ഹലോ എവരിവൺ, റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് എന്ന ചാപ്റ്ററിലെ തേർഡ് പാർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫങ്ഷൻസ് എന്ന ടോപ്പിക്കാണ്. എന്താണ് ഫങ്ഷൻ? എപ്പോഴാണ് ഒരു റിലേഷൻ ഫങ്ഷൻ ആവുന്നത്? ദർ ഈസ് എ റിലേഷൻ ആർ ഫ്രം സെറ്റ് എ ടു ബി. ഈ റിലേഷനെ നമുക്ക് ഫങ്ഷൻ എന്ന് വിളിക്കാൻ പറ്റുന്നത് എപ്പോഴാണ്? രണ്ട് കണ്ടീഷൻ അവിടെ സാറ്റിസ്ഫൈ ചെയ്യണം. എന്താണ്? ദ എലമെന്റ്സ് ഇൻ സെറ്റ് എ must have an image in B. അതായത് എ എന്ന സെറ്റിലെ എല്ലാ എലമെന്റ്സിനും എന്ത് വേണം? ഒരു ഇമേജ് വേണം. സപ്പോസ് ദർ ഇസ് എ സെറ്റ് എ 1 2 3. ഇതൊക്കെയാണ് എ എന്ന സെറ്റിലെ എലമെന്റ്സ്. ഇവിടെ 4 5 6 7 ഇത്രയും എലമെന്റ്സ് ഉണ്ട്. സെറ്റ് ബി എഫ് എന്നൊരു ഫംഗ്ഷൻ. ഈ എ എന്ന സെറ്റിലെ എല്ലാ എലമെന്റ്സിനും ബി എന്ന സെറ്റിലെ ഒരു ഇമേജ് എന്തായാലും ഉണ്ടായിരിക്കണം. അതായത് 1നും 2നും മാത്രം ഇമേജ്, 3ക്ക് ഇമേജ് ഇല്ല. അങ്ങനെ ഒരു കേസ് ആയിക്കഴിഞ്ഞാൽ അത് എന്തല്ല? ഫങ്ഷൻ അല്ല. ഒരു റിലേഷൻ ഫങ്ഷൻ ആവുന്നത് when all the elements in set A must have an image in B. In the second condition, the images must be unique. എന്തായിരിക്കണം? യുണീക്ക് ആയിരിക്കണം. ഒരു എലമെന്റിന് ഒരു ഇമേജേ ഉണ്ടാവാൻ പാടുള്ളൂ. അതായത് ഇങ്ങനൊരു കേസ് ആണെങ്കിൽ ഇതിനെ നമുക്ക് എന്ത് വിളിക്കാം? ഒരു ഫംഗ്ഷൻ എന്ന് വിളിക്കാം. പക്ഷെ ഇത് എന്താവില്ല? ഒരു ഫംഗ്ഷൻ ആവില്ല. എന്തുകൊണ്ടാണ്? 1ന് മോർ ദാൻ 1 ഇമേജസ് ഉണ്ട്. ഇത് ഫംഗ്ഷന്റെ കേസിൽ പോസിബിൾ അല്ല. ഒരു റിലേഷൻ ഫംഗ്ഷൻ ആവുന്നത് when all the elements in A must have an image in B, and second property, the images must be unique. അതായത് ഇവിടെ 1ന് 4 5 6 ഇങ്ങനെ മോർ ദാൻ 1 ഇമേജസ് ഉണ്ട്. ഇത് എന്തില് പോസിബിൾ അല്ല? ഫംഗ്ഷനിൽ പോസിബിൾ അല്ല. ഇനി ഫംഗ്ഷൻ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് സ്മോൾ ലെറ്റർ വെച്ചിട്ടാണ്. എഫ് ജി എച്ച് എക്സിട്ര. ഇങ്ങനെ സ്മോൾ ലെറ്റേഴ്സ് വെച്ചിട്ടാണ് നമ്മൾ ഫംഗ്ഷനെ ഡിനോട്ട് ചെയ്യുന്നത്. ഇനി എ എന്ന സെറ്റില് 3 എലമെന്റ്സ് ഉണ്ട്, ബി എന്ന സെറ്റില് 4 എലമെന്റ്സ് ഉണ്ട്. അപ്പൊ ടോട്ടൽ നമ്പർ ഓഫ് ഫങ്ഷൻസ് എത്രയായിരിക്കും? ടോട്ടൽ നമ്പർ ഓഫ് ഫങ്ഷൻസ് വിൽ ബി number of elements in B raised to number of elements in A. ഈ കേസിൽ എന്ത് വരും? 4 raised to 3 will be the answer. Total number of functions will be number of elements in B raised to number of elements in A. ഇവിടെ ഈ എക്സാമ്പിളിൽ 4 raised to 3. ഇനി എപ്പോഴും ഒരു സെറ്റില് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുമ്പോൾ ഇത് നമ്മൾ ഈ എലമെന്റ്സിനെ നമ്മൾ എക്സ് ആയിട്ട് എടുക്കും, ബി എന്ന സെറ്റിലെ എലമെന്റിനെ നമ്മൾ വൈ ആയിട്ട് എടുക്കും. അപ്പൊ ജനറലൈസ്ഡ് ഫോം വിൽ ബി എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു വൈ. ഒരു ഫംഗ്ഷന്റെ ജനറലൈസ്ഡ് ഫോം എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു വൈ. എഫ് എന്നൊരു ഫംഗ്ഷൻ എ എന്ന സെറ്റിലെ എക്സ് എന്ന എലമെന്റിന്റെ മുകളിൽ ആക്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന റിസൾട്ടാണ് വൈ. വൈ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു വൈ. ഇവിടെ നമുക്ക് നോക്കാം. എഫ് ഓഫ് 1 എന്താണ് ഇവിടെ വരുന്നത്? നമുക്ക് എഫ് ഓഫ് 1 ഈസ് 4. ഇനി എഫ് ഓഫ് 2 എന്ത് വരുന്നു? 5. എഫ് ഓഫ് 3 എന്ത് വരുന്നു? 7. മനസ്സിലായോ നിങ്ങൾക്ക്? ഇങ്ങനെയാണ് ഒരു ഫംഗ്ഷന്റെ കേസ്. ഒരു റിലേഷൻ ഫംഗ്ഷൻ ആവണമെങ്കിൽ all the elements in A must have image in B and all the images must be unique. ഇവിടെ 3 എന്ന ഒരു എലമെന്റിന് അവിടെ ഇമേജ് ഇല്ലെങ്കിൽ അതെന്തല്ല? ഫംഗ്ഷൻ അല്ല. ഇവിടെ 1 എന്നൊരു എലമെന്റിന് മോർ ദാൻ 1 ഇമേജസ് ഉണ്ടെങ്കിലും അതെന്തല്ല? ഫംഗ്ഷൻ അല്ല. ഇനി നമുക്ക് ഒരു ഫംഗ്ഷന്റെ ഡൊമെയിൻ എന്താണ്, കോഡൊമെയിൻ എന്താണ്, റേഞ്ച് എന്താണ്, ഇതെല്ലാം ഡിസ്കസ് ചെയ്യാം. അതിനു മുൻപ് ഞാൻ ഒന്നും കൂടി ക്ലിയർ ആയിട്ട് പറയാം. 1ന്റെ ഇമേജ് ആണ് 5, 2ന്റെ ഇമേജ് ആണ് 4, 3ന്റെ ഇമേജ് ആണ് 7. അപ്പൊ നമുക്ക് എന്ത് വിളിക്കാം? 7ന്റെ പ്രീ ഇമേജ് ആണ് 3. അങ്ങനെ പറഞ്ഞൂടെ? 3യുടെ ഇമേജ് 7 ആവുമ്പോൾ 7ന്റെ പ്രീ ഇമേജ് എന്താവും? 3 ആവും. അതായത് y ആണെങ്കിൽ എഫ് ഓഫ് എക്സ് ആക്ട് ചെയ്യുമ്പോൾ എന്തായി മാറും? എക്സ് ഇസ് ഈക്വൽ ടു പ്രീ ഇമേജ് ഓഫ് വൈ ആയിരിക്കും അല്ലെ? വൈ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇമേജ് ഓഫ് എക്സ്. വൈ ഇമേജ് എന്ന് വിളിക്കുമ്പോൾ എക്സിനെ നമുക്ക് പ്രീ ഇമേജ് എന്ന് വിളിക്കാം.
അതാണ് പറഞ്ഞത്. അത് നമുക്കിവിടെ ആവശ്യമാണ്. അതുകൊണ്ടാണ് ഞാൻ അതൊന്നും കൂടി ക്ലിയർ ആക്കിയത്. എന്താണ് ഡൊമെയിൻ? ഡൊമെയിൻ എന്ന് പറയുന്നത് ദ എൻറ്റയർ സെറ്റ് എ. ദ എൻറ്റയർ സെറ്റ് എ ആണ് എന്ത്? ഡൊമെയിൻ. ഇവിടെ എന്താണ്? സെറ്റ് 1 2 3. ഇനി എന്താണ് കോഡൊമെയിൻ? കോഡൊമെയിൻ എന്ന് പറയുന്നത് ദ എൻറ്റയർ സെറ്റ് ബി. ദ എൻറ്റയർ സെറ്റ് ബി ഈസ് കോൾഡ് കോഡൊമെയിൻ. ഇനി റേഞ്ച് എന്തായിരിക്കും? റേഞ്ച് റിലേഷനിൽ നമ്മൾ എന്താ പഠിച്ചത്? സെക്കൻഡ് എലമെന്റ് ഓഫ് ആർ, അതാണ് റേഞ്ച്. ഇവിടെ റേഞ്ച് എന്ത് വരും? ദ എലമെന്റ്സ് വിച്ച് ഹാവ് പ്രീ ഇമേജ് വിൽ കം ഇൻ ദ സെറ്റ് റേഞ്ച്. അതായത് ഇവിടെ 4 5 7 ഇത്രയും എലമെന്റ്സ് ആണ് റേഞ്ചിൽ വരിക. എന്തുകൊണ്ടാ? 6ന് എന്തില്ല? പ്രീ ഇമേജ് ഇല്ല. ദ എലമെന്റ്സ് വിച്ച് ഹാവ് പ്രീ ഇമേജ്, അതാണ് റേഞ്ചിൽ വരിക. ഇവിടെ നോക്കൂ, ഇവിടെയും നമുക്ക് എന്ത് പറയാം? റിലേഷനിൽ പോലെ തന്നെ റേഞ്ച് ഈസ് എ സബ്സെറ്റ് ഓഫ് കോഡൊമെയിൻ. ഇവിടെയും നമുക്ക് അങ്ങനെ പറയാം, റേഞ്ച് ഈസ് എ സബ്സെറ്റ് ഓഫ് കോഡൊമെയിൻ. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് ടൈപ്സ് ഓഫ് ഫങ്ഷൻ. ടൈപ്സ് ഓഫ് ഫങ്ഷൻസിൽ ഫസ്റ്റ് വൺ ഫങ്ഷൻ ഓർ ഇൻജക്റ്റീവ് ഫങ്ഷൻ. എന്താണ് വൺ ഫങ്ഷൻ? ആ പേരിൽ തന്നെ ഉണ്ട്, 1 1. ഒരു എലമെന്റിന് ഒരു ഇമേജ്, അത് തന്നെയാണ് വൺ ഫങ്ഷൻ ഓർ ഇൻജക്റ്റീവ് ഫങ്ഷൻ. കുറച്ചുകൂടി പ്രിസൈസ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ദ പ്രീ ഇമേജ് ഷുഡ് ബി യുണീക്ക്. അങ്ങനെയാണ് വൺ ഫങ്ഷൻ നമ്മൾ പറയേണ്ടത്. ഓർ ഇൻജക്റ്റീവ് ഫങ്ഷൻ, ദ പ്രീ ഇമേജ് ഷുഡ് ബി യുണീക്ക്. ഇവിടെ രണ്ട് ഫങ്ഷൻസ് ഉണ്ട്, എഫ് ജി. ഈ എഫ് എന്നുള്ള കേസിൽ 1ന്റെ ഇമേജ് 4, 2ന്റെ ഇമേജ് 6, 3ന്റെ ഇമേജ് 5. ഒരു എലമെന്റിന് ഒരു ഇമേജ്. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, 4ന്റെ പ്രീ ഇമേജ് 1, 5ന്റെ 3, 6ന്റെ 2. ഈ ജി എന്ന ഫംഗ്ഷൻ നോക്കൂ, ഇവിടെ 1ന്റെ ഇമേജ് 5, 2ന്റെ ഇമേജ് 5. ഇവിടെ ഈ 5 എന്ന എലമെന്റിന് 2 പ്രീ ഇമേജ് ഉണ്ട്. ഇവിടെ എന്തല്ല? പ്രീ ഇമേജ് യുണീക്ക് അല്ല. ഇവിടെയാണ് പ്രീ ഇമേജസ് യുണീക്ക്. ഒരു ഇമേജിന് ഒരു പ്രീ ഇമേജ്. ഇവിടെ ഒരു ഇമേജിന് 2 പ്രീ ഇമേജ്. അതായത് ഇവിടെ പ്രീ ഇമേജ് എന്തല്ല? യുണീക്ക് അല്ല. അപ്പോൾ വൺ ഫംഗ്ഷൻ ഓർ ഇൻജക്റ്റീവ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ പറഞ്ഞാൽ മതി, ദ പ്രീ ഇമേജസ് ഷുഡ് ബി യുണീക്ക്. അങ്ങനെ അല്ലാത്ത കേസ് ആവുമ്പോൾ അതെന്താവും? മെനി വൺ ഫംഗ്ഷൻ. അതാണ് സെക്കൻഡ് ടൈപ്പ് ഓഫ് ഫംഗ്ഷൻ, many one function. Second type of function, many one function. one functionലെ പ്രീ ഇമേജസ് യുണീക്ക് ആയിരിക്കും. മെനി വൺ ഫംഗ്ഷനിലെ പ്രീ ഇമേജസ് യുണീക്ക് ആയിരിക്കില്ല. അപ്പം നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ഇങ്ങനെയാ തരിക, ഷോ ദാറ്റ് ദ എബവ് ഫംഗ്ഷൻ ഈസ് വൺ ഫംഗ്ഷൻ ഓർ ഷോ ദാറ്റ് ദ എബവ് ഫംഗ്ഷൻ ഈസ് നോട്ട് വൺ ഫംഗ്ഷൻ. നോട്ട് വൺ ഫംഗ്ഷൻ ആണെങ്കിൽ എന്ത് കാണിച്ചാൽ മതി? മോർ ദാൻ വൺ പ്രീ ഇമേജസ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് കാണിച്ചു കഴിഞ്ഞാൽ അതെന്താവും? നോട്ട് വൺ ഫംഗ്ഷൻ എന്നാവും. ഇനി തേർഡ് ടൈപ്പാണ് ഓൺ ടു ഫംഗ്ഷൻ. ഓൺ ടു ഫംഗ്ഷൻ ഓർ സർജക്റ്റീവ് ഫംഗ്ഷൻ. ഓൺ ടു ഫംഗ്ഷൻ ഓർ സർജക്റ്റീവ് ഫംഗ്ഷൻ. ഫോർത്ത് ടൈപ്പ് ഇൻടു ഫംഗ്ഷൻ. ഇൻടു ഫംഗ്ഷൻ. എന്താണ് ഓൺ ടു ഫംഗ്ഷൻ എന്ന് നമുക്ക് നോക്കാം. ഇനി എന്താണ് ഓൺ ടു ഫംഗ്ഷൻ ഓർ സർജക്റ്റീവ് ഫംഗ്ഷൻ? ബി എന്ന സെറ്റിലെ എല്ലാ എലമെന്റ്സിനും എന്തുണ്ടായിരിക്കണം? ഒരു പ്രീ ഇമേജ് ഉണ്ടായിരിക്കണം. പ്രീ ഇമേജ് ഇല്ലാത്ത ഏതെങ്കിലും ഒരു എലമെന്റ് ബി എന്ന കോഡൊമെയിനിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതെന്തല്ല? ഓൺ ടു ഫംഗ്ഷൻ ആവില്ല. അതായത് ഓൺ ടു ഫംഗ്ഷനിൽ ഇങ്ങനെയാണ് വരിക. സപ്പോസ് 1 2 3 ABC ഇതാണ് ഒരു ഫംഗ്ഷൻ എങ്കിൽ 1ന്റെ ഇമേജ് ബി, 2ന്റെ ഇമേജ് എ, 3ന്റെ ഇമേജ് സി. ഈ ഒരു ഫംഗ്ഷനെ വിളിക്കുന്ന പേരാണ് ഓൺ ടു ഫംഗ്ഷൻ. ഇവിടെ ഡി എന്നൊരു എലമെന്റ് വന്നു കഴിഞ്ഞാൽ ഡിക്ക് പ്രീ ഇമേജ് ഇല്ല. അപ്പോൾ ഇത് എന്താവില്ല? ഓൺ ടു ഫംഗ്ഷൻ ആവില്ല. ഇറ്റ് വിൽ ബി an into function. All the elements in codomain must have a pre-image. Such a function is called on to function. എന്താണ് on to function? കോഡൊമെയിനിലെ എല്ലാ എലമെന്റ്സിനും എന്ത് വേണം? ഒരു
പ്രീമേജ് വേണം. പ്രീമേജ് ഇല്ലാത്ത ഏതെങ്കിലും ഒരു എലമെന്റ് കോഡൊമെയിനിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഒരു ഫംഗ്ഷനെ വിളിക്കുന്ന പേരാണ് ഇൻടു ഫംഗ്ഷൻ. ഇനി 1 ഫംഗ്ഷനെ ഇൻജക്റ്റീവ് ഫംഗ്ഷൻ എന്നും ഓൺ ടു ഫംഗ്ഷനെ സർജക്റ്റീവ് ഫംഗ്ഷൻ എന്നും കൂടി വിളിക്കും ഇല്ലേ? അപ്പോൾ ഒരു ഫംഗ്ഷൻ 1 ഫംഗ്ഷനും ഓൺ ടു ഫംഗ്ഷനുമാണെങ്കിൽ അങ്ങനെയുള്ള ഫംഗ്ഷനെ വിളിക്കുന്ന പേരാണ് ബൈജക്റ്റീവ് ഫംഗ്ഷൻ. ബൈജക്റ്റീവ് ഫംഗ്ഷൻ എന്താണ്? എപ്പോഴാണ് ഒരു ഫംഗ്ഷനെ ബൈജക്റ്റീവ് ഫംഗ്ഷൻ എന്ന് വിളിക്കുന്നത്? വെനെവർ എ ഫംഗ്ഷൻ ഈസ് ബോത്ത് ഇൻജക്റ്റീവ് ഫംഗ്ഷൻ ആൻഡ് സർജക്റ്റീവ് ഫംഗ്ഷൻ സച്ച് എ ഫംഗ്ഷൻ ഈസ് കോൾഡ് ബൈജക്റ്റീവ് ഫംഗ്ഷൻ. ഒരു ഫംഗ്ഷൻ 1 ഫംഗ്ഷനും ഓൺ ടു ഫംഗ്ഷനും രണ്ടും ആവണം. ആണെങ്കിൽ അങ്ങനെയുള്ള ഒരു ഫംഗ്ഷൻ എന്താവും? ബൈജക്റ്റീവ് ഫംഗ്ഷൻ ആവും. അപ്പോൾ നിങ്ങൾ നോക്കി നോക്കൂ, ബൈജക്റ്റീവ് ഫംഗ്ഷൻ ആവണമെങ്കിൽ എന്തായിരിക്കണം? നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ എ ആൻഡ് നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ ബി മസ്റ്റ് ബി ഈക്വൽ. എങ്കിൽ മാത്രമല്ലേ ഒരു ഫംഗ്ഷൻ 1 ഫംഗ്ഷനും ഓൺ ടു ഫംഗ്ഷനും ആവുള്ളൂ അല്ലേ? കോഡൊമെയിനിൽ ഏതെങ്കിലും ഒരു എലമെന്റ് എക്സ്ട്രാ വന്നു കഴിഞ്ഞാൽ അത് ഓൺ ടു ഫംഗ്ഷൻ ആവില്ല. അതായത് നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ എ ആൻഡ് നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ ബി ഷുഡ് ബി ഈക്വൽ. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ടൈപ്സ് ഓഫ് ഫംഗ്ഷനിൽ പഠിക്കുന്നത്. ഇനി നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ദർ ഇസ് എ ഫംഗ്ഷൻ ഫ്രം സെറ്റ് z ടു z. z എന്ന് പറഞ്ഞാൽ ഇൻഡിജേഴ്സിൻ്റെ സെറ്റ്. ഗിവൻ ലൈക്ക് f of x is equal to x square. എന്താണ് ഫംഗ്ഷൻ? f of x is equal to x square. x എന്ന് പറയുന്നത് എന്താണ്? z എന്ന ഇൻഡിജർ സെറ്റിലത്തെ ഒരു എലമെന്റ് ആണ്. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് z. z is equal to നമുക്കറിയാം നെഗറ്റീവ് നമ്പേഴ്സ് 0, 1 എക്സെട്ര. നമുക്ക് ഓരോ വാല്യൂ ആയിട്ട് ഇട്ട് കൊടുക്കാം. ഒരു നെഗറ്റീവ് നമ്പർ ഇട്ട് കൊടുത്ത് f of -2 എത്ര വരും? x സ്ക്വയറിന്റെ വാല്യൂ -2 സ്ക്വയർ 4. ഇനി f of -1 square 1, f of 0 0, f of 1 square അല്ലേ 1, f of 2 square 4. ഇത്രയാണ് നമുക്കിവിടെ വരുന്ന വാല്യൂസ്. ഇനി നോക്കൂ, f of -2 4 ആണ്, f of 2 4 ആണ്. അപ്പോൾ ഇതെന്താണ്? 1 ആണോ? അല്ല. എന്തുകൊണ്ടാണ്? 4 എന്ന ഇമേജസിന് മോർ ദാൻ 1 പ്രീ ഇമേജസ് ഉണ്ട്. അപ്പോൾ ഇതെന്തല്ല ഈ ഫംഗ്ഷൻ? 1 ഫംഗ്ഷൻ അല്ല. ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചോദിക്കുക. നിങ്ങൾക്കൊരു ഫംഗ്ഷൻ തരും, എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ടൊരു ഫംഗ്ഷൻ തരും. അത് 1 ആണോ ഓൺ ടു ആണോ എന്നൊക്കെ ചെക്ക് ചെയ്യാൻ പറയും. ഇവിടെ z എന്ന ഇൻഡിജേഴ്സിൻ്റെ സെറ്റ് ആയതുകൊണ്ട് നമുക്ക് ഏതൊക്കെയാണ് നമ്പേഴ്സ് എന്നറിയാം, ഇൻഡിജേഴ്സിൽ ഏതൊക്കെയാണ് വരിക എന്നറിയാം. നമ്മൾ ആ ഒരു വാല്യൂ ഇട്ട് കൊടുത്തപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടി. ഇനി നിങ്ങളൊരു സെറ്റ് വരച്ച് നോക്കൂ. z നിന്നുള്ളൊരു സെറ്റ് z, എഫ് ഓഫ് എക്സ് ആണല്ലോ ഫംഗ്ഷൻ. എന്താ കിട്ടിയത്? -2, -1, 0, 1, 2 ഇങ്ങനെ പോകൂല്ലേ. നമുക്ക് കിട്ടിയ ആൻസേഴ്സ് എന്തൊക്കെയാ? 0, 1, 4. ഇതിനിടയിലൊക്കെ എന്തുണ്ട്? 2 ഉണ്ട്, 3 ഉണ്ട് അല്ലേ? 2, 3, 4 അങ്ങനെ കുറേ നമ്പേഴ്സ് ഉണ്ട്. ഇവിടെ -2ക്കും 4 ആണ് കിട്ടിയത്. 2 എന്ന വാല്യൂനും 4 എന്ന ഇമേജ് ആണ് കിട്ടിയത്. അതുകൊണ്ട് എന്താണ് ഇത്? 1 അല്ല. 1 കേസിൽ എന്താണ് നമ്മൾ പറഞ്ഞത്? യുണീക്ക് പ്രീ ഇമേജ് ആയിരിക്കണം. ഇവിടെ യുണീക്ക് ആണോ? അല്ല. മോർ ദാൻ 1 പ്രീ ഇമേജസ് ഉണ്ട്. അപ്പം എന്തല്ല? ഇത് 1 ഫംഗ്ഷൻ അല്ല. അപ്പം നമ്മൾ അവിടെ എഴുതണം എഫ് ഓഫ് -2 and f of 2 is equal to 4. Therefore, the function f of x is not 1. ഓൺ ടുവിൻ്റെ കേസ് എന്താണ്? പ്രീമേജ് ഇല്ലാത്ത എലമെൻറ്റ്സ് കോഡൊമെയിനിൽ ഉണ്ടാവാൻ പാടില്ല. അതാണല്ലോ ഓൺ ടുവിൻ്റെ കേസ്. ഇവിടെ നോക്കൂ, 2, 3 ഈ എലമെൻറ്റ്സിനൊക്കെ പ്രീമേജ് ഉണ്ടോ? ഇല്ല, ഉണ്ടാവില്ല അല്ല. എന്തായാലും എക്സ് സ്ക്വയർ വരുമ്പോൾ 2ഉം 3 ഒന്നും എന്തായാലും എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ ആയിട്ട് വരില്ല. അപ്പോൾ നമുക്ക് എന്ത് പറയാം? 2, 3 does not have pre-images in set Z or domain does not have pre-images in domain. അപ്പോൾ നമുക്ക് എന്ത് പറയാം? Therefore, the above function is not on to function. ഇങ്ങനെയാണ് നമ്മൾ പറയേണ്ടത്. നമ്മൾ റിലേഷൻസിൻ്റെ കേസിൽ ഒരു കൗണ്ടർ എക്സാമ്പിൾ കാണിച്ച പോലെ ഇവിടെയും നിങ്ങൾ ജസ്റ്റ് ഒരു കൗണ്ടർ എക്സാമ്പിൾ കാണിച്ചാൽ മതി. 1 അല്ല, ഓൺ ടു അല്ല എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട്. ഷോ ദാറ്റ് ദ ഫംഗ്ഷൻ f
from n to n given by f of x is equal to 2x is 1 1 but not on 2. ഇവിടെ ഫംഗ്ഷൻ എന്താണ്? f of x is equal to 2x. ഡൊമൈനും കോഡൊമൈനും സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് ആണ്. അപ്പോൾ നമുക്ക് രണ്ട് സെറ്റ് വരയ്ക്കാം അല്ലേ? n എന്ന നാച്ചുറൽ നമ്പേഴ്സിൻ്റെ രണ്ട് സെറ്റ്. എന്തൊക്കെയാണ് നാച്ചുറൽ നമ്പേഴ്സ് വരിക? 1 2 3 4 എക്സിട്ര. കോഡൊമൈനിലും അത് തന്നെ വരും. 1 2 3 4 5 6 7 എക്സിട്ര. എക്സിന് 1 എന്ന വാല്യൂ കൊടുത്താൽ എന്ത് വരും? f of x is equal to 2x which is equal to എക്സിന് 1 കൊടുത്താൽ 2 into 1 is equal to 2. എക്സിന് 2 കൊടുത്താൽ എന്ത് വരും? 4. 3 കൊടുത്താൽ 6. 4 കൊടുത്താൽ 8. അങ്ങനെ വരും അല്ലേ? അപ്പോൾ 1ൻ്റെ ഇമേജ് എന്ന് പറയുന്നത് 2, 2ൻ്റെ ഇമേജ് എന്ന് പറയുന്നത് 4, 3ൻ്റെ ഇമേജ് എന്ന് പറയുന്നത് 6, 4ൻ്റെ ഇമേജ് 8. അങ്ങനെ കിട്ടി നമുക്ക്. അപ്പോൾ ഇവിടെ 1 1 ആണോ? ആണല്ലേ. എന്തുകൊണ്ടാണ്? കോഡൊമൈനിലെ എല്ലാ എലമെൻസിൻ്റെയും പ്രീ ഇമേജ് എന്ന് പറയുന്നത് യുണീക്കാണ്. 2ന് 1 എന്നൊരു പ്രീ ഇമേജ് മാത്രം, 4ന് 2 എന്ന പ്രീ ഇമേജ് മാത്രം, 6ന് 3 എന്ന പ്രീ ഇമേജ് മാത്രം. അപ്പോൾ ഇവിടെ എന്ത് പറയാം നമുക്ക്? The function is 1 1 ഫംഗ്ഷൻ. എന്തുകൊണ്ടാണ്? എന്താ റീസൺ? പ്രീ ഇമേജ് ഇവിടെ നമുക്ക് യുണീക്കാണ്. ഇനി ഓൺ ടു ആണോ എന്ന് ചെക്ക് ചെയ്യാം. ഓൺ ടു ആണെങ്കിൽ എന്താണ്? കോഡൊമൈനിലെ പ്രീ ഇമേജ് ഇല്ലാത്ത ഒരു എലമെൻറ്റ് പോലും ഉണ്ടാവാൻ പാടില്ല. അതല്ലേ ഓൺ ടുവിൻ്റെ കണ്ടീഷൻ? ഇവിടെ നോക്കൂ, 1 3 5 ഇതിനൊക്കെ പ്രീ ഇമേജ് ഉണ്ടോ? ഇല്ല. അതുകൊണ്ട് എന്താണ് ഈ ഫംഗ്ഷൻ? നോട്ട് ഓൺ ടു. അപ്പോൾ നമുക്ക് ഏതെങ്കിലും എക്സാമ്പിൾ കൊടുക്കാം. 1 അല്ലെങ്കിൽ 1 3 5 ഏത് കൊടുത്താലും കുഴപ്പമില്ല. 1 ഡസ് നോട്ട് ഹാവ് എ പ്രീ ഇമേജ്. Therefore, the above function is not on to. ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് നമ്മൾ കാണിച്ചു അല്ലേ? ഷോ ദാറ്റ് ദ ഫംഗ്ഷൻ ഈസ് 1 1 ബട്ട് നോട്ട് ഓൺ ടു. നമുക്ക് കിട്ടിയില്ലേ? ഇതുപോലെ നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്താൽ മതി എക്സാമിന്. റിയൽ നമ്പേഴ്സ് വരുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ഒരു സെറ്റ് 1 1 ആണോ ഓൺ ടു ആണോ എന്ന് ചെക്ക് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഇനി അടുത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, രണ്ട് സെറ്റ് ഉണ്ടെങ്കിൽ ഇത് എക്സ് ആണെങ്കിൽ ഇതെന്താണ്? എഫ് ഓഫ് എക്സ് ആണ് അല്ലേ? അപ്പോൾ ഇതിന് നമ്മൾ x1 എന്ന് കൊടുത്താൽ ഇത് f of x1 എന്നാവും. ഇതിന് x2 എന്ന് കൊടുത്താൽ ഇതെന്താവും? f of x2 എന്നാവും. സപ്പോസ് ദിസ് ഇസ് ദ ഫംഗ്ഷൻ എഫ്. ഇവിടുന്ന് ഇങ്ങോട്ട് നമുക്കൊരു ഇമേജ് കിട്ടി. x1 വാല്യൂ കൊടുത്തപ്പോൾ f of x1 എന്ന ഇമേജ് കിട്ടി. x2 എന്ന വാല്യൂ കൊടുത്തപ്പോൾ f of x2 എന്ന വാല്യൂ കിട്ടി. ഈ ഒരു കേസ് റിയൽ നമ്പേഴ്സിൻ്റെ കേസിൽ പോസിബിൾ അല്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? റിയൽ നമ്പേഴ്സിൻ്റെ കേസിൽ ഇങ്ങനൊരു ആരോ ഡയഗ്രാം വരച്ചിട്ട് നമുക്ക് അത് 1 1 ആണ് ഓൺ ടു ആണ് എന്ന് കാണിക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ചെയ്യേണ്ടത്? 1 1 ആണ് എന്ന് കാണിക്കാൻ നമ്മൾ എന്ത് കൊടുക്കണം? എഫ് ഓഫ് x1 ഈസ് ഈക്വൽ ടു എഫ് ഓഫ് x2 എന്ന് കൊടുക്കുക. ഓക്കെ, അപ്പോൾ x1 x2 ഇത് രണ്ടും ആണല്ലോ എ എന്ന സെറ്റിലെ എലമെൻറ്റ്സ്. ഇത് പോസിബിൾ ആണോ? ഇത് 1 1 ആണോ? അല്ല. അപ്പോൾ ഇത് 1 1 ആവണമെങ്കിൽ എന്തായിരിക്കണം കണ്ടീഷൻ? എഫ് ഓഫ് x1 ഈസ് ഈക്വൽ ടു എഫ് ഓഫ് x2 എന്ന് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ എന്തായിരിക്കണം? x1 ഈസ് ഈക്വൽ ടു x2 എന്ന് നമുക്ക് എ എന്ന സെറ്റിൽ കിട്ടണം. എങ്കിൽ മാത്രമാണ് നമുക്കിതിനെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, എന്താണെന്ന് പറയാൻ പറ്റുള്ളൂ? ഇതിനെ 1 1 ഫംഗ്ഷൻ എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ തന്ന് എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് സപ്പോസ് 2x എന്നൊരു വാല്യൂ തരികയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? എഫ് ഓഫ് x1 ഈക്വൽ ടു എഫ് ഓഫ് x2 എന്നിടുക. അതായത് ആദ്യം നമ്മൾ എഫ് ഓഫ് x1 എന്ന വാല്യൂ കണ്ടുപിടിക്കുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 2x1. എഫ് ഓഫ് x2 എന്ന വാല്യൂ ഇട്ട് കൊടുത്താൽ നമുക്ക് 2
x2. ഇവിടെ എന്താണ് പറയേണ്ടത്? നമുക്ക് എന്താക്കണം? എ ബി എന്ന സെറ്റ് ഉണ്ടെങ്കിൽ എഫ് ഓഫ് x1 ഈസ് ഈക്വൽ ടു എഫ് ഓഫ് x2 ആണെങ്കിൽ അവിടെ തീർച്ചയായിട്ടും x1 ഈക്വൽ ടു x2 ആയിരിക്കണം. എന്നാൽ മാത്രമേ അങ്ങനെ ഒരു ഫംഗ്ഷനെ നമുക്ക് 1 ഫംഗ്ഷൻ എന്ന് വിളിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇങ്ങനെ കൊടുക്കുമ്പോൾ ഇവിടെ എന്താവണം? x1 x2 ഈക്വൽ ആവണം. എന്നാൽ മാത്രമേ അത് 1 ഫംഗ്ഷൻ ആവുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും കാണിച്ചത്. റിയൽ നമ്പേഴ്സിൻ്റെ കേസിൽ ഇങ്ങനെ ആരോ ഡയഗ്രാം വരച്ചിട്ട് നമുക്ക് 1 അല്ല ഓൺ ടു അല്ല എന്നൊന്നും കാണിക്കാൻ പോസിബിൾ അല്ല. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യേണ്ട മെത്തേഡ് എന്താണ് പറഞ്ഞു വരുന്നത്? അപ്പോൾ എഫ് ഓഫ് x1 ഈസ് ഈക്വൽ ടു എഫ് ഓഫ് x2 ഇട്ട് കൊടുത്താൽ സ്വാഭാവികമായിട്ടും എ എന്ന സെറ്റിൽ എന്താവണം? x1 ഈസ് ഈക്വൽ ടു x2 എന്നാവണം. അപ്പോൾ നമുക്ക് എന്ത് ഈക്വൽ ടു കൊടുക്കാം? എഫ് ഓഫ് x1 ഈസ് ഈക്വൽ ടു എഫ് ഓഫ് x2 ഇംപ്ലൈസ് എന്താണ്? 2x1 ഈസ് ഈക്വൽ ടു 2x2. 2ഉം 2ഉം ക്യാൻസലായി x1 ഈസ് ഈക്വൽ ടു x2 എന്ന് കിട്ടി നമുക്ക് അല്ലേ? അപ്പോൾ എന്താണ്? 1 ഫംഗ്ഷനാണ്. നമുക്ക് നേരത്തെ കേസിൽ നാച്ചുറൽ നമ്പേഴ്സിൻ്റെ കേസിൽ അത് 1 ഫംഗ്ഷൻ ആണെന്നാണല്ലോ കിട്ടിയത്. ഓക്കെ, ഇനി ഇത് ഈ വാല്യൂ വന്നില്ലെങ്കിൽ ഇതെന്തല്ല? 1 അല്ല. ഓക്കെ, നമ്മൾ എഫ് ഓഫ് x1 ഈസ് ഈക്വൽ ടു എഫ് ഓഫ് x2 ഇട്ട് കൊടുത്തിട്ട് x1 ഈസ് ഈക്വൽ ടു x2 വന്നില്ലെങ്കിൽ ആ ഫംഗ്ഷൻ എന്ത് ഫംഗ്ഷൻ അല്ല? 1 ഫംഗ്ഷൻ അല്ല. ഇനി ഓൺ ടു ആണ് എന്ന് തെളിയിക്കാനും അപ്പോൾ നമുക്കൊരു മെത്തേഡ് വേണ്ടേ? ഓൺ ടു ആണെന്ന് തെളിയിക്കാൻ നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡാണ് y ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്നിട്ട് കൊടുക്കുക. എന്നിട്ട് എക്സ് ഇൻ ടേംസ് ഓഫ് y കാണാം. ഓക്കെ, എക്സ് ഇൻ ടേംസ് ഓഫ് y, അതായത് y ഈസ് ഈക്വൽ ടു 2x എന്നാണെങ്കിൽ x ഈസ് ഈക്വൽ ടു y/2. ഓക്കെ, അപ്പോൾ വൈക്ക് എന്ത് വാല്യൂ ഇട്ട് കൊടുത്താലും നമുക്കൊരു പ്രീ ഇമേജ് കിട്ടണം വേണ്ടേ? എന്നാൽ മാത്രമാണ് നമുക്ക് എന്ത് പറയാൻ പറ്റുള്ളൂ? ആ ഫംഗ്ഷനെ ഓൺ ടു ഫംഗ്ഷൻ എന്ന് പറയാൻ പറ്റുള്ളൂ. വൈക്ക് ഏത് വാല്യൂ ഇട്ട് കൊടുത്താലും നമുക്കൊരു എക്സ് വാല്യൂ കിട്ടണം. എന്നാൽ മാത്രമാണ് നമുക്കതിനെ ഒരു ഓൺ ടു ഫംഗ്ഷൻ എന്ന് പറയാൻ പറ്റുള്ളൂ. നാച്ചുറൽ നമ്പേഴ്സ് ഇപ്പോൾ നേരത്തെ കേസ് ഓൺ ടു അല്ലേ? കണ്ടോ, 2x എന്നുള്ളത് നാച്ചുറൽ നമ്പർ ആണോ വരിക? ഇവിടെ 1 ഇട്ട് കൊടുത്തു. 1/2 ഈസ് ഈക്വൽ ടു 0.5 ആണ്. 0.5 നാച്ചുറൽ നമ്പർ ആണോ? അല്ല. അപ്പോൾ ഇതെന്തല്ല? ഓൺ ടു ഫംഗ്ഷൻ അല്ല. ഏതാ കേസ്? എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 2x. ഇതിന് തൊട്ട് മുൻപ് നമ്മൾ ഡിസ്കസ് ചെയ്തത് ആ കേസാണ്. അത് 1 ഫംഗ്ഷൻ ആയിരുന്നു, പക്ഷെ ഓൺ ടു ഫംഗ്ഷൻ ആയിരുന്നില്ല. അതിപ്പോൾ ഇതാ നിങ്ങൾക്ക് ഇവിടെ ഡിറൈവ് ചെയ്തില്ലേ ഈ മെത്തേഡിൽ. ഓക്കെ, ഇങ്ങനെയാണ് നിങ്ങൾ കാണിക്കേണ്ടത്. അപ്പോൾ ഒരു ജനറലൈസ്ഡ് ഫോമാണ് ഞാനിപ്പോൾ പറഞ്ഞത്. 1 ആണെന്ന് കാണിക്കാൻ എഫ് ഓഫ് x1 ഈസ് ഈക്വൽ ടു എഫ് ഓഫ് x2 എന്ന് കൊടുക്കുക. അപ്പോൾ നമുക്ക് x1 ഈസ് ഈക്വൽ ടു x2 ആണ് എന്ന് കിട്ടിയാൽ അതൊരു 1 ഫംഗ്ഷൻ ആയിരിക്കും. ഇനി എക്സ് ഇൻ ടേംസ് ഓഫ് y കൊടുത്തിട്ട് നമുക്ക് എക്സിൻ്റെ വാല്യൂ കിട്ടുകയാണെങ്കിൽ ഈ സെറ്റിൽ നാച്ചുറൽ നമ്പേഴ്സാണ് നേരത്തെ കേസ് ഉണ്ടായിരുന്നത്. ആ നമ്പർ കിട്ടുകയാണെങ്കിൽ അതെന്താണ്? അതിനൊരു പ്രീ ഇമേജ് ഉണ്ട് അല്ലേ? എന്താണ്? കോഡൊമൈനിലെ എല്ലാ എലമെൻസിനും പ്രീ ഇമേജ് വേണം എന്നാണ്. അപ്പോൾ അതിനൊരു പ്രീ ഇമേജ് ഉണ്ട്. അപ്പോൾ എന്താണത്? അത് ഓൺ ടു ഫംഗ്ഷനാണ്. ഈ 2 മെത്തേഡാണ്. ഇത്രയും പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഈ ടോപ്പിക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. നമുക്ക് ഈ ക്വസ്റ്റ്യൻ നോക്കാം. ഷോ ദാറ്റ് ദ ഫംഗ്ഷൻ എഫ് from R to R defined as f of x is equal to x square is neither 1 nor on 2. ഇവിടെ തന്നിരിക്കുന്ന ഫംഗ്ഷൻ ഏതാണ്? എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ. 1 ആണോ നോക്കാൻ നമ്മൾ എന്ത് ചെയ്യുക? എഫ് ഓഫ് x1 ഇസ് ഈക്വൽ ടു എഫ് ഓഫ് x2 എന്ന് കൊടുത്തു നോക്കാം. എഫ് ഓഫ് x1 ഇസ് ഈക്വൽ ടു x1 സ്ക്വയർ. എഫ് ഓഫ് x2 ഇസ് ഈക്വൽ ടു x2 സ്ക്വയർ. എഫ് ഓഫ് x1 ഇസ് ഈക്വൽ ടു f of x2 implies x1 square is equal to x2 square. സ്ക്വയർ റൂട്ട് എടുത്താൽ എന്താ വരിക വാല്യൂ? x1 is equal to x2 or minus x2. ഇതല്ല ആൻസർ വരിക. x1 എന്താണ്? അപ്പോൾ x2നോട് ഈക്വൽ ആണോ? അല്ല. x1 is equal to x2 എന്ന് നമുക്ക് കിട്ടിയില്ല. അപ്പോൾ എന്താണ് ഇത്? 1 അല്ല. Therefore the function is not 1. റിയൽ നമ്പേഴ്സിൻ്റെ സെറ്റിൽ നിന്ന് നമുക്കിനി ഒരു വാല്യൂ ഇട്ട് കൊടുക്കാം. എഫ് ഓഫ് 1 എന്ന് കൊടുത്താൽ എന്ത് വരും? 1 സ്ക്വയർ വിച്ച് ഇസ് ഈക്വൽ ടു 1. എഫ് ഓഫ്
-1 is equal to -1 square which is also is equal to 1. ഇവിടെ നോക്കൂ പ്രീമേജസ് യുണീക്ക് ആണോ? അല്ല. എന്തൊക്കെയാണ് കിട്ടുന്നത്? പോസിറ്റീവും നെഗറ്റീവും കിട്ടുന്നുണ്ട് അല്ലേ? അപ്പോൾ ഇതിന്ന് നമുക്ക് എന്ത് പറയാം? ദ ഫംഗ്ഷൻ ഈസ് നോട്ട് 1 1. അതാണ് ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്തത്? എഫ് ഓഫ് x1 ഇസ് ഈക്വൽ ടു എഫ് ഓഫ് x2 എന്നിട്ട് കൊടുത്തപ്പോൾ x1ഉം x2ഉം നമുക്ക് ഈക്വലായി കിട്ടിയില്ല. അതുകൊണ്ട് ദ ഫംഗ്ഷൻ ഈസ് നോട്ട് 1 1. ഇനി ഓൺ ടു ആണോ എന്ന് ചെക്ക് ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യാം? എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു വൈ എന്നിട്ട് കൊടുക്കാം. ഇവിടെ എന്താണ് എഫ് ഓഫ് എക്സ്? എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു വൈ ഇംപ്ലൈസ് എക്സ് ഇസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് റൂട്ട് വൈ ആണല്ലോ കിട്ടുക. ഇവിടെ പ്ലസ് ഓർ മൈനസ് റൂട്ട് വൈ എന്ന് വരുമ്പോൾ വൈ ബിലോങ്സ് ടു റിയൽ നമ്പേഴ്സ്. റിയൽ നമ്പേഴ്സിൽ എന്ത് നമ്പേഴ്സും വരും? നെഗറ്റീവ് നമ്പേഴ്സും വരും. അപ്പോൾ റൂട്ടിനകത്ത് എന്ത് വരും? ഇമാജിനറി നമ്പേഴ്സ് അല്ലേ വരിക? റൂട്ട് -1 നിങ്ങളിവിടെ ഇട്ട് കൊടുത്തു നോക്കൂ. പ്ലസ് ഓർ മൈനസ് റൂട്ട് -1 പ്ലസ് ഓർ മൈനസ് റൂട്ട് -2 ഇതൊക്കെ റിയൽ നമ്പേഴ്സ് ആണോ നമുക്ക് കിട്ടുക? അല്ല. നമുക്കിവിടെ എക്സിൻ്റെ വാല്യൂ എന്ത് കിട്ടില്ല? റിയൽ നമ്പേഴ്സ് കിട്ടില്ല. പക്ഷേ എക്സിൻ്റെ വാല്യൂ നമുക്ക് എന്ത് തന്നെ കിട്ടണം? റിയൽ നമ്പർ തന്നെ കിട്ടണം. എന്തുകൊണ്ടാണ്? ഡൊമെയിനും കോഡൊമെയിനും റിയൽ നമ്പേഴ്സാണ്. സോ ദെർഫോർ ദ ഫംഗ്ഷൻ ഈസ് നോട്ട് ഓൺ ടു. അതല്ലേ നമ്മൾ കാണിക്കാൻ പറഞ്ഞിരിക്കണം. ഷോ ദാറ്റ് ദ ഫംഗ്ഷൻ ഈസ് നെയ്തർ 1 1 നോർ ഓൺ ടു. ഇറ്റ് ഈസ് നോട്ട് 1 1, ഇറ്റ് ഈസ് നോട്ട് ഓൺ ടു. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഷോ ദാറ്റ് ദ ഫംഗ്ഷൻ എഫ് ഫ്രം ആർ ടു ആർ ഡിഫൈൻഡ് ആസ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 4x + 3 ഇസ് എ ബൈജക്റ്റീവ് ഫംഗ്ഷൻ. എന്താണ് ഒരു ബൈജക്റ്റീവ് ഫംഗ്ഷൻ? When a function is both 1 1 and onto, that function is called bijective function. Or when a function is both injective and surjective, that function is called bijective function. അല്ലേ? അപ്പോൾ നമ്മളിവിടെ എന്ത് കാണിച്ചാൽ മതി? 1 1 ആണ്, ഓൺ ടു ആണ് എന്ന് കാണിച്ചാൽ മതി. എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 4x + 3. എഫ് ഓഫ് x1 is equal to 4x1 + 3. എഫ് ഓഫ് x2 is equal to 4x2 + 3. f of x1 is equal to f of x2 implies 4x1 + 3 is equal to 4x2 + 3. 3യും 3യും ക്യാൻസലായി അല്ലേ? അപ്പോൾ 4x1 is equal to 4x2. 4ഉം 4ഉം ക്യാൻസലായി. x1 is equal to x2. Therefore the function is 1 1 function. ഇനി ഓൺ ടു ആണോ നോക്കാം. ഓൺ ടു ആണെങ്കിൽ എന്ത് ചെയ്യണം? ഓൺ ടു ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു വൈ എന്ന് കൊടുക്കണം. ഇവിടെ എന്താണ്? 4x + 3 is equal to y implies 4x is equal to y - 3. x is equal to y - 3/4. എക്സിൻ്റെ വാല്യൂ എന്ത് കിട്ടി? y - 3/4. എക്സ് ഇൻ ടേംസ് ഓഫ് y കിട്ടി നമുക്ക്. അപ്പോൾ എന്താണ്? എക്സ് ഇൻ ടേംസ് ഓഫ് y കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെക്ക് ചെയ്യണം? ഈ വാല്യൂ റിയൽ നമ്പർ ആവണം വേണ്ടേ? ഇനി എന്താണ്? എക്സ് ഇസ് ഈക്വൽ ടു y - 3/4. ഇവിടെ വൈക്ക് നമ്മൾ 6 എന്ന സെറ്റിൽ നിന്ന് എന്ത് വാല്യൂ കൊടുത്താലും എക്സ് നമുക്ക് എന്ത് കിട്ടണം? റിയൽ നമ്പർ കിട്ടണം. അപ്പോൾ നമുക്ക് നോക്കാം. വൈക്ക് എന്ത് നമ്പർ വേണമെങ്കിലും കൊടുത്തോളൂ. നിങ്ങൾ നെഗറ്റീവ് നമ്പർ കൊടുത്തു നോക്കൂ, പോസിറ്റീവ് നമ്പർ കൊടുത്തു നോക്കൂ, 0 കൊടുത്തു നോക്കൂ. എന്ത് കൊടുത്താലും നമുക്ക് കിട്ടുന്ന ആൻസർ എന്തായിരിക്കും? റിയൽ നമ്പേഴ്സിലെ ഒരു വാല്യൂ ആയിരിക്കും അല്ലേ? അപ്പോൾ ഇതെന്താണ്? Therefore the function is onto function. അപ്പോൾ എന്താണ്? 1 1 ഫംഗ്ഷൻ ആയി, ഓൺ ടു ഫംഗ്ഷൻ ആയി. Therefore the above function is bijective function. ഇനി നമുക്ക് വേറൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഷോ ദാറ്റ് ദ ഫംഗ്ഷൻ എഫ് എവിടുന്ന ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? ക്ലോസ്ഡ് ഇൻ്റർവൽ -1 1 ടു റേഞ്ച് ഓഫ് ദ ഫംഗ്ഷൻ. ഇവിടെ ഡൊമെയിൻ എന്ന് പറയുന്നത് -1 to 1 ക്ലോസ്ഡ് ഇൻ്റർവെൽ ആണ്. കോഡൊമെയിൻ എന്ന് പറയുന്നത് എന്താണ്? റേഞ്ച് ഓഫ് ദിസ് ഫംഗ്ഷൻ ആണ്.
defined as f of x is equal to x by x plus 2 is a bijective function. നമുക്ക് ഇത് bijective function ആണോ എന്ന് കാണിക്കണം. എങ്ങനെയാ കാണിക്കുക? f of x1 is equal to x1 by x1 plus 2. f of x2 is equal to x2 by x2 plus 2. f of x1 is equal to f of x2 implies എന്താണ്? x1 by x1 plus 2 is equal to x2 by x2 plus 2. നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താ കിട്ടുക നമുക്ക്? x1 into x2 plus 2 is equal to x2 into x1 plus 2. ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ മൾട്ടിപ്ലൈ ചെയ്യൂ. x1 x2 plus 2 x1 is equal to x2 x1 plus 2 x2. x2 x1 ഇത് ക്യാൻസൽ ആയില്ലേ? ഇനി 2 x1 is equal to 2 x2. 2ഉം 2ഉം ക്യാൻസലായി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? x1 is equal to x2 എന്ന് കിട്ടി. Therefore, the function is 1 ഫംഗ്ഷൻ. ഫംഗ്ഷൻ എന്താണ്? 1 ഫംഗ്ഷൻ ആണ്. ഇനി നമുക്കിത് ഓൺ ടു ഫംഗ്ഷൻ ആണോ നോക്കാം. ഓൺ ടു ഫംഗ്ഷൻ ആണോ എന്ന് ഇവിടെ നോക്കേണ്ട ആവശ്യമുണ്ടോ? ക്വസ്റ്റ്യൻ നോക്കി നോക്കൂ നിങ്ങൾ. ഇവിടെ കോഡൊമെയിൻ എന്ന് പറയുന്നത് റേഞ്ച് ഓഫ് ദ ഫംഗ്ഷൻ ആണ് തന്നിരിക്കുന്നത്. എന്താണ് ഓൺ ടു ഫംഗ്ഷൻ്റെ പ്രത്യേകത? ഓൺ ടു ഫംഗ്ഷൻ്റെ പ്രത്യേകത, ഓൺ ടു ഫംഗ്ഷനിൽ കോഡൊമെയിനും റേഞ്ചും ഈക്വൽ ആയിരിക്കും. എന്തുകൊണ്ടാണ്? കാരണം എന്താണ്? XYZ ABC എന്ന 2 സെറ്റ് ഉണ്ടെങ്കിൽ ഈ കോഡൊമെയിനിൽ എന്ത് പാടില്ല? പ്രീ ഇമേജ് ഇല്ലാത്ത ഒരു എലമെൻറ്റും പാടില്ല ഓൺ ടു ഫംഗ്ഷനിൽ, അല്ലേ? എല്ലാ എലമെൻസിനും എന്ത് വേണം? പ്രീ ഇമേജ് വേണം. അതുകൊണ്ട് റേഞ്ചും കോഡൊമെയിനും എന്തായിരിക്കും? ഓൺ ടു ഫംഗ്ഷനിൽ ഈക്വൽ ആയിരിക്കും. അതുകൊണ്ട് ഇത് എന്താണ്? ഓൺ ടു ഫംഗ്ഷൻ ആണ്. എന്താ? സിൻസ് എന്താണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് അല്ലേ? The codomain is range of f. എന്താണ്? The function is onto. The function is onto function. Therefore, the above function is bijective function. 1 ആണെന്ന് കാണിച്ചു, onto ആണെന്ന് കാണിച്ചു. കണ്ടോ? ഇത്ര ചെയ്താൽ മതി നിങ്ങൾ എക്സാമിന്. ഇനി വീണ്ടും f of x is equal to y എന്ന വാല്യൂ ഒക്കെ ഇട്ട് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? വേണ്ട, അല്ലേ? എത്ര സിമ്പിളാ. നമ്മൾ ക്വസ്റ്റ്യൻ ഒന്ന് ശ്രദ്ധിച്ച് വായിച്ചാൽ മതി. ഇത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രോപ്പർട്ടിയാണ് കേട്ടോ. ഓൺ ടു ഫംഗ്ഷനിൽ കോഡൊമെയിൻ ഈസ് ഈക്വൽ ടു റേഞ്ച് ആയിരിക്കും. എന്താ കാരണം? കോഡൊമെയിനിലെ എല്ലാ എലമെൻസിനും ഒരു പ്രീ ഇമേജ് വേണം. അതുകൊണ്ട് ഓൺ ടു ഫംഗ്ഷനിൽ എപ്പോഴും എന്തായിരിക്കും? കോഡൊമെയിൻ ഈസ് ഈക്വൽ ടു റേഞ്ച് ആയിരിക്കും. ഇനി ഇതിന് മുൻപ് ഡിസ്കസ് ചെയ്ത സെയിം ഫംഗ്ഷൻ നാച്ചുറൽ നമ്പേഴ്സിൻ്റെ കേസിൽ എങ്ങനെയാണ് വരിക നമുക്കൊന്ന് നോക്കാം. Check the injectivity and surjectivity of the following functions. Function is given as from n to n. Domainum codomainum natural numbers ആണ്. Given by f of x is equal to x square. അപ്പോൾ നമുക്ക് ആദ്യം 1 ആണോ? ഇൻജക്റ്റിവിറ്റി എന്താണ്? ഇൻജക്റ്റീവ് ഫംഗ്ഷൻ 1 ഫംഗ്ഷൻ. സർജക്റ്റിവിറ്റി എന്താണ്? സർജക്റ്റീവ് ഫംഗ്ഷൻ എന്താണ്? ഓൺ ടു ഫംഗ്ഷൻ. അപ്പോൾ നമുക്ക് ആദ്യം 1 ആണോ എന്ന് ചെക്ക് ചെയ്യാം. f of x1 x is equal to x square. f of x1 is equal to x1 square. f of x2 is equal to x2 square. f of x1 is equal to f of x2 implies x1 square is equal to x2 square. ആണല്ലോ. ഇനി x1 is equal to റൂട്ട് എടുക്കാൻ രണ്ട് സൈഡിലും x2 or minus x2. ഇവിടെ -x2 എന്ന വാല്യൂ വരുമോ? ഇല്ല. എന്തുകൊണ്ടാണ്? n എന്ന ഡൊമെയിൻ നാച്ചുറൽ നമ്പേഴ്സാണ്. നാച്ചുറൽ നമ്പേഴ്സിൽ നെഗറ്റീവ് നമ്പർ വരില്ല. അതുകൊണ്ട് ഇവിടെ എന്തേ നമുക്ക് വരുള്ളൂ? x1 is equal to x2 എന്ന വാല്യൂ മാത്രമേ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ, അല്ലേ? നെഗറ്റീവ് നമ്പേഴ്സ് നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സെറ്റിൽ പെടുമോ? ഇല്ല. 1 2 3 എക്സെട്ര അതാണ് നാച്ചുറൽ നമ്പേഴ്സ്. Therefore, the function is 1 function. ക്വസ്റ്റ്യനിൽ ഇൻജക്റ്റിവിറ്റി എന്ന് പറഞ്ഞ കാരണം therefore the function is 1 or ഇൻജക്റ്റീവ് എന്ന് പറയാം നമുക്ക്. ഇൻജക്റ്റീവ് ഫംഗ്ഷൻ. ഓക്കെ.
ഇനി ഓൺ ടു ആണോ അല്ലെങ്കിൽ സർജക്റ്റീവ് ഫംഗ്ഷൻ ആണോ എന്ന് ചെക്ക് ചെയ്യാം. എന്താ നമ്മൾ ചെയ്യുക? എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു വൈ എന്നിട്ട് കൊടുക്കും അല്ലേ? വേർ വൈ ബിലോങ്സ് ടു എൻ, നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സെറ്റിലാണ് വൈ. ഇനി എന്താണ് ഇവിടെ വാല്യൂ? എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു വൈ ഇംപ്ലൈസ് എക്സ് ഇസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് റൂട്ട് വൈ. ഇവിടെ നോക്കൂ, y ബിലോങ്സ് ടു n ആണ്. അപ്പം നമ്മൾ വിച്ച് ഇസ് ഈക്വൽ ടു √2 എന്ന് കൊടുത്തു. √2ൻ്റെ വാല്യൂ എന്താണ്? 1.41 അല്ലേ? അപ്പോൾ ഇതെന്താണ്? നാച്ചുറൽ നമ്പർ അല്ല. എക്സിൻ്റെ വാല്യൂ നമുക്ക് എന്താ കിട്ടിയത്? നാച്ചുറൽ നമ്പർ അല്ല കിട്ടിയത്. വൈക്ക് 2 എന്ന വാല്യൂ ഇട്ട് കൊടുത്തപ്പോൾ നമുക്ക് കിട്ടിയ നമ്പർ എന്തല്ല? നാച്ചുറൽ നമ്പർ അല്ല. അതുകൊണ്ട് നമുക്കിത് എന്താണെന്ന് പറയാൻ പറ്റില്ല. ഓൺ ടു ഫംഗ്ഷൻ ആണ് അല്ലെങ്കിൽ സർജക്റ്റീവ് ഫംഗ്ഷൻ ആണ് എന്ന് പറയാൻ പറ്റില്ല. ഇവിടെ നിങ്ങൾ ഏത് വാല്യൂ ഇട്ട് കൊടുത്താലും അങ്ങനെ തന്നെയല്ലേ? √3 നമുക്ക് കിട്ടുന്ന ആൻസർ നാച്ചുറൽ നമ്പർ അല്ല, √42 ആണ്. ഓക്കെ, അപ്പോൾ ഇത് എന്തല്ല? ഓൺ ടു അല്ല. Therefore, the function is not surjective function. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തന്നാൽ എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. ചെക്ക് വെദർ ദ ഗിവൺ ഫംഗ്ഷൻ ഈസ് 1, 1 ആൻഡ് ഓൺ ടു. എഫ് എന്നൊരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്, അതിൻ്റെ ഡൊമെയിനും കോഡൊമെയിനും ആണ് ഈ തന്നിരിക്കുന്നത്. ഇനി എഫ് എന്ന ഫംഗ്ഷനാണ് ഈ തന്നിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഒരു പ്രോബ്ലം വന്നാൽ എന്ത് ചെയ്താൽ മതി? നിങ്ങൾ എത്രയും പെട്ടെന്ന് നമുക്കൊരു സെറ്റ് വരച്ചാൽ മതി. കാരണം എന്താണ്? ഇത് ഫൈനൈറ്റ് സെറ്റ്സ് ആണ്. ഫംഗ്ഷൻ നമുക്ക് ക്ലിയർലി തന്നിട്ടുണ്ട് എന്താണെന്ന്. അപ്പം നമുക്കൊരു സെറ്റ് വരയ്ക്കാം അല്ലേ? ഇനി എന്തൊക്കെയാണ്? 5, 6, 7, 8 ഇത്രയാണ് ഡൊമെയിനിലെ എലമെൻറ്റ്സ്. ഇവിടെ എന്തൊക്കെയാണ്? 1, 2, 3, 4 കോഡൊമെയിനിലെ എലമെൻറ്റ്സ്. ഇനി തന്നിരിക്കുന്ന ഫംഗ്ഷൻ എന്താണ്? 5, 4 5ൻ്റെ ഇമേജ് 4, 6, 3 6ൻ്റെ ഇമേജ് 3, 7, 4 7ൻ്റെ ഇമേജ് 4, 8, 2 8ൻ്റെ ഇമേജ് 2. ഇവിടെ നോക്കൂ, ഈ സെറ്റ് കണ്ടാൽ തന്നെ നമുക്ക് അറിഞ്ഞൂടെ 4ന് എത്ര പ്രീ ഇമേജ് ഉണ്ട്? 4ന് 5 എന്നൊരു പ്രീ ഇമേജും ഉണ്ട്, 7 എന്നൊരു പ്രീ ഇമേജും ഉണ്ട്. അപ്പം ഇത് 1, 1 ആണോ? അല്ല. എന്തുകൊണ്ട്? അപ്പം നമ്മളത് എഴുതിയാൽ മതി. സിൻസ് 4 ഹാസ് മോർ ദാൻ 1 പ്രീ ഇമേജസ്, ദിസ് ഫംഗ്ഷൻ ഈസ് നോട്ട് 1, 1 ഫംഗ്ഷൻ. എന്ത് ഫംഗ്ഷൻ അല്ല? 1, 1 ഫംഗ്ഷൻ അല്ല. ഇനി ഓൺ ടു ആണോ നോക്കാം. ഓൺ ടു ആണെങ്കിൽ എന്താ വേണ്ടത്? കണ്ടീഷൻ എന്താ? കോഡൊമെയിനിലെ എല്ലാ എലമെൻസിനും പ്രീ ഇമേജ് ഉണ്ടാവണം അല്ലേ? 1ന് എന്തില്ല? പ്രീ ഇമേജ് ഇല്ല. അപ്പോൾ അത് പറയാം നമുക്ക്. 1 does not have a pre-image. Therefore, the function is not onto. The function is not onto function. മനസ്സിലായില്ലേ നിങ്ങൾക്ക്? സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇതോടുകൂടി ഞാൻ ഈ സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാണ്. നമുക്ക് കൂടുതൽ പ്രോബ്ലംസ് മറ്റൊരു സെഷനിൽ ഡിസ്കസ് ചെയ്യാം. ഇനി അടുത്ത സെഷനിൽ നമുക്ക് എടുക്കാനുള്ള ടോപ്പിക്സ് കോമ്പോസിഷൻ ഓഫ് ഫങ്ഷൻസ് ആൻഡ് ഇൻവേഴ്സ് ഫങ്ഷൻ. അത് കഴിഞ്ഞാൽ നമ്മൾ ബൈനറി ഓപ്പറേഷൻസ് എന്ന ടോപ്പിക്കിലേക്ക് കടക്കും. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.